ഞാനല്ലാതെ പിന്നെ ആര്? വാഴ 2 എന്ന സിനിമയിലെ എല്ലാവരെയും കരയിപ്പിച്ച് കളഞ്ഞ, ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു ഡയലോഗാണിത്. ഈ ഡയലോഗ് ഒരുപാട് വേദനിപ്പിക്കുന്നത് ഒറ്റപുത്രന്മാർക്കായിരിക്കും. കാരണം വീഡിയോസിന്റെ എല്ലാം കമന്റ് ബോക്സിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, സിബ്ലിങ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ ഇടുന്നവർ ധാരാളമാണ്. സിബ്ലിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. പലതരത്തിൽ നമ്മൾ ഒറ്റപ്പെടാറുണ്ട്. ഒരുപക്ഷെ മരണം വഴിയായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെ ഇട്ടേച്ചു പോകുന്ന സമയമായിരിക്കാം, അങ്ങനെ ജോലി തകർന്നു പോയ നിമിഷങ്ങളായിരിക്കാം. പല വിധത്തിൽ ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ചില സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈശോയുടെ മരണത്തിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ വിഷമത്തോടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ശിഷ്യന്മാർ ഈശോ പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ കൂടെ അവരറിയാതെ വന്നു ചേരുകയാണ്. ഒരുപക്ഷെ ഈശോയും അവരോട് പറഞ്ഞു കാണും ഈ ഡയലോഗ്, ഞാനല്ലാതെ പിന്നെ ആരുണ്ട് നിനക്ക്? ഈശോ നമുക്ക് തരുന്നൊരു ഉറപ്പ് അത് തന്നെയാണ്. നിന്റെ ജീവിതത്തിലെ വിഷമത്തിന്റെ, സങ്കടത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ സിറ്റുവേഷനിൽ നീ നിൽക്കുമ്പോൾ അങ്ങനെ ഞാനല്ലാതെ നിനക്ക് വേറെ ആരുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ, തനിച്ചാകുമ്പോഴൊക്കെ വിഷമിക്കേണ്ട. ഈ ഡയലോഗ് ഈശോ നിന്നോടും പറയുന്നുണ്ട്, ഞാനല്ലാതെ പിന്നെ ആരാ ഉള്ളത്?